നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? എനിക്ക് വരണമെന്ന് തോന്നി താരയെ കാണാൻ. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ല. സർപ്പപൂജ തീർന്നിട്ടില്ല. നിങ്ങൾ പുറത്തു പോകൂ. ഈ പൂജ പൂർത്തിയാകാൻ പാടില്ല. നാഗദൈവങ്ങളെ, എന്നെ കാത്തുകൊള്ളണേ. അച്ഛൻ തിരുമേനി ജപിച്ചു കിട്ടുന്ന അരഞ്ഞാണം ആരെയും മേടിച്ചു മാറ്റാൻ. ഇതെന്റെ ആത്മരക്ഷയ്ക്കുള്ളതാണ്. ഇനി ഈ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാൻ നിനക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും. സമയം ഒരുപാടായല്ലോ. താരക്കുഞ്ഞിന്റെ പൂജ കഴിഞ്ഞില്ലേ? No, she's okay. ഇനി ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ചേച്ചി, എന്താ സംഭവിച്ചെന്ന് ചേച്ചിക്ക് ഒരു ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സാരില്ല. എങ്ങനെയാ ചേച്ചി കഴുത്തിലെ മുറിവ് പറ്റിയത്? അതെന്തോ കടിച്ചതാന്നാ തോന്നുന്നത്. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. അനിമിക് ആയെന്നതൊഴിച്ചാ ചേച്ചിക്ക് മറ്റൊരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ സുരേഷ് പറഞ്ഞത്. ബദ്രിനാഥിലായതിനാൽ അച്ഛനെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതിനുവേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ മീന. കൊള്ളാം, ഒന്നും സംഭവിച്ചില്ലെന്നോ? ഭാഗ്യം കൊണ്ട താര ചേച്ചി രക്ഷപ്പെട്ടത്. പരികർമ്മി കൃഷ്ണനാരെ ശവശരീരം കിടക്കുന്ന കിടപ്പ് കണ്ടാൽ തന്നെ പേടിയാവും. എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടായാൽ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതേപോലൊരു സ്റ്റോറി ഇന്നത്തെ കാലത്ത് അൺബിലീവബിൾ ആണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, അങ്ങനെ ഇതിനെ പുച്ഛിച്ച് തള്ളണ്ട. ഈ വാമ്പയറുകളുടെ സ്റ്റോറിയിൽ ഒരു സയൻസ് ഉണ്ട്.
വെറും ഒരു അന്ധവിശ്വാസമായിട്ട് ഇതിനെ അവതരിപ്പിച്ച് വേണമെങ്കിൽ ഡോക്ടർക്ക് ഷൈൻ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ ആളെയും കിട്ടും. പക്ഷെ സത്യം അതല്ല. അതിപ്പോ ഇതിനെപ്പറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഡോക്ടർ സുരേഷിനെ പോലെ തന്നെയാണ് ആദ്യം ഈ മാറ്ററിനോട് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ബ്ലഡ് ലോസ് ആയത് മുഴുവൻ താരയുടെ കഴുത്തിലെ മുറിവിലൂടെയാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളൊട്ട് പറയുന്നുമില്ല. ഹോട്ടലിലെ സ്ത്രീയുടെ മരണം, എൻ്റെ മകൾ ആനിയുടെ കഴുത്തിലുണ്ടായ മുറിപ്പാടുകൾ, റൊമേനിയിൽ നിന്ന് വന്ന പുരോഹിതന്മാരുടെയും ഡോക്ടർ പോൾ റോബിൻസിന്റെയും വിശദീകരണം, മാത്രമല്ല ഇന്നലെ രാത്രിയിൽ കാവിൽ വെച്ചുണ്ടായ കൃഷ്ണൻ നായരുടെ അതിദാരുണമായ മരണം, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ there is something wrong somewhere. യെസ്, അവനവൻ അനുഭവം വരുമ്പോഴേ ഇതിലൊക്കെ വിശ്വാസം വരികയുള്ളൂ. അല്ലെങ്കിൽ കെട്ടുകഥകളായി കരുതി ഇതൊക്കെ പുച്ഛിച്ചു തള്ളത്തുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഗാർലിക് ഫ്ലവേഴ്സും കാട്ടു റോസാപ്പൂക്കളും താരയുടെ മുറിയിൽ വെക്കാൻ ഡോക്ടർ അനുവദിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താകും. രാത്രിയിൽ ആ മുറിയുടെ ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചിടുകയും വേണം. ഇതൊരു സർക്കാർ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. വെറുതെ എന്റെ പേരിൽ നടപടി വിളിച്ചു വരുത്തണോ? ഡോക്ടർ ഇത് അനുവദിക്കാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഓക്കെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ECG റിപ്പോർട്ട് എടുത്തിരുന്നോ? ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഓക്കെ. എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല. ചേച്ചിക്ക് കുറവുണ്ടോ? ഷീസ് ഓക്കെ. ശരി. പ്ലീസ്. മോളെ രാജുവിനെ കാണാൻ ഓടി വരുമായിരുന്നു അല്ലേ? രാജു എവിടെ? തിരുപ്പുണ്ട്. ഞാൻ വാർഡിലോട്ട് പോവാ. ഓക്കെ. എന്താ രാജു? ചുമ്മാ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ അണിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ. എന്തു പറ്റി? ഞാനിപ്പോ ആ പ്രൊഫസർ വില്യം ഡിസൂസെ കണ്ടു. ഡിസൂസ സാറിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇപ്പോ ഇവിടെ ഈ കോറിഡോറിൽ വെച്ച്. ഒന്ന് പോടി പെണ്ണെ, അങ്ങേര് വീട്ടിലാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കണ്ടതോ? നീ കണ്ടതല്ല, സ്വപ്നമായിരിക്കും. ശരിയാ, ഞാൻ ചിലപ്പോ ഇനി സ്വപ്നം കണ്ടതായിരിക്കും. എന്താ നീ പെരുവർക്കുന്നേ? 3-4 ദിവസമായിട്ട് ഞാൻ രാജുനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? ഇന്ന് രാത്രിയില് ഞാൻ ചില ദുസ്വപ്നങ്ങൾ കാണുക. കഴിഞ്ഞ ദിവസം കണ്ട പോലെ എനിക്ക് 2 കൊമ്പുമാലുണ്ടെന്നാണോ? അല്ല, അന്ന് ഞാൻ അങ്ങനെയല്ല കണ്ടത്. രാജുനോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടതിന് ശേഷം എല്ലാ രാത്രികളിലും ഈ വില്യം ഡിസൂസയെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് ശരി. സൂട്ടും കോട്ടൊക്കെ ഇട്ട് സായിപ്പിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഈ എന്നെ സ്വപ്നത്തിൽ നിന്ന് മാറ്റിയല്ലേ? മതി കളിയാക്കല്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ വളരെ സീരിയസോടെ പറഞ്ഞപ്പോ അപ്പോഴേക്കും കരച്ചിലെത്തിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഈ ലോകത്ത് ഏത് ഹീറോ വന്നാലും എന്റെ മീനയുടെ ഹീറോ നിന്റെ ഈ രാജു തന്നെ. ഡ്യൂട്ടി റൂമോ? അതുകൊണ്ടല്ലേ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേൾക്കൂ. എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗോൾ അടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നാ പറയാം. പക്ഷെ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി.
ഗുഡ് നൈറ്റ്. ആ കമോൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്റെ പൊന്ന് സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിന്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്ന് അവര് പറഞ്ഞിട്ട് പോയത്. എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിലച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണ്. എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയാ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. എന്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി, ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല. അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കോ. എന്നിട്ടാ ജനാല തുറന്നിടൂ. സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട. വല്ലാത്ത മണം. പുറത്തു കൊണ്ട് വെക്ക്. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. വാങ്ങിയിട്ട് വരാം. സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. കം.